ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് പോയവരും ക്യാമ്പിലുള്ളവർക്കൊക്കെ സർക്കാർ അവരെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് ഇനിയായാലും വീട് കിട്ടും, അവർക്ക് തുടർന്നുള്ള എല്ലാം കിട്ടും. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളിപ്പോൾ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം എൻ്റെ വീട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഭീതിയോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഒരു നിവൃത്തിയില്ല. നമ്മുടെ ഉള്ള വീടും ഉള്ള സ്ഥലവും വിട്ട് നമുക്ക് പോകാൻ നിവൃത്തിയില്ല. ഈ പാക്കേജിൽ നമുക്കൊരു ആനുകൂല്യം കിട്ടില്ല. കാരണം വീട് സുരക്ഷിതമാണ് എന്നാണ് കണക്കിൽ വരുന്നത്. ജീവിതവും വീടും സുരക്ഷിതമാണ് കാണുന്ന കാഴ്ചയില്. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ സുരക്ഷിതരല്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും? അപ്പം ഞാൻ വരികയാണെങ്കിൽ ഈ പാക്കേജ് വരികയാണെങ്കിൽ നമ്മളെ 3 വാർഡിലുള്ള എല്ലാവരും പുനരധിവസിപ്പിക്കാനുള്ള ഒരു സമ്പ്രദായം ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അത് നടക്കില്ല, അത്രയും വ്യാപകമായി നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നു. അതിൽ പറയുന്നത് സുരക്ഷിതമാണ്, ഈ ഭാഗം സുരക്ഷിതമാണ്. ചില മീഡിയകൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ച കാര്യമാണ്. മീഡിയകൾ പറയുന്നത് ഇവിടെയുള്ള ആളുകളാണ് ഈ പ്രകൃതിയിലുണ്ടായ മാറ്റത്തിന് കാരണം. അല്ല, സയന്റിഫിക്കലി അങ്ങനെയല്ല. സയൻസ് തന്നെ പറയുന്നത് അങ്ങനെ. അതായത് ഭൗമതാപം കൂടി. അതെ, കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ക്വാറികളുടെ കാര്യത്തിൽ ചിലയിടങ്ങളിൽ ഒരു വലിയ ആക്ഷേപമുണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രശ്നം അറിയേണ്ടത്, ഇവിടെ ക്വാറി ഉള്ളത് 10 കിലോമീറ്റർ പോകണം അല്ലേ? അപ്പോൾ അതായത് ഈ ദുരന്തമുണ്ടായതിന് പിന്നിൽ ക്വാറിയോ അങ്ങനെയുള്ള കയ്യേറ്റമോ ഒന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായും അത് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ശാസ്ത്രീയമായി തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ജലപൂരിതമാവുന്നൊരവസ്ഥയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അത് തടഞ്ഞു നിർത്താൻ വലിയ മരങ്ങൾക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ്. ആ മരങ്ങൾ തന്നെ കടപുഴകി വീണിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നാട്ടുകാരെ നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല. വേണു, ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാവശ്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു 100-300 കുടുംബങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം അല്ലേ? അവശേഷിച്ചേക്കാൻ സാധ്യതയുണ്ട്. ലിസ്റ്റ് തന്നെയുണ്ട്. ആ 300ഓളം സ്കൂളിൽ വീടുകളിൽ ഒരു 250ഓളം കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ ആ കുട്ടികൾക്കും ഇനി വരുന്ന അവരുടെ തലമുറയ്ക്കും ഒക്കെ പഠിക്കാൻ ഒന്നുകിൽ ഈ ഗ്രാമത്തെ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ ഈ ഗ്രാമത്തെ അതിൻ്റെ പഴയ സൗന്ദര്യത്തോടു കൂടി തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റണം. നിങ്ങൾ എന്താ ഇതിനകത്ത് സ്വീകരിക്കുക? ഞാൻ പറയുന്നത് ഇവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല. ഇവർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ കേട്ടതാണ്. ഇപ്പോൾ ക്യാമ്പിലുള്ളവർക്ക് ഇവിടുത്തെ സ്കൂള് താൽക്കാലികം മേപ്പാടി ഹൈസ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സർക്കാരിൻ്റെയും കാര്യങ്ങളും, പിന്നെ അവിടെ ഒരു ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തി പോകാൻ അത് വേണം. അത് മേപ്പാടിയിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടണം, അവിടെ ഒരു ടൗൺഷിപ്പ് വേണം. അത് തീർച്ചയായിട്ടും വേണം. അവിടെ നിന്ന് ഇവിടെ സ്ഥലമുള്ളവർക്ക് ഇവിടെയും തുടരാൻ പറ്റണം, സുരക്ഷിതമായ സ്ഥലത്താണ്. എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോയല്ലോ, ഇനിയിപ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇത് ഓപ്ഷൻ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ, നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഇതുണ്ട്. വരില്ല പറഞ്ഞാൽ സർക്കാർ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഞങ്ങളും അതുപോലെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാവി എന്ത് ചെയ്യും. ഞങ്ങൾ ഒരു നാണയത്തിന് 2 വശങ്ങളായിട്ടാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇതിനകത്തൊരു ഭിന്നിപ്പിന്റെ ശബ്ദം ഇപ്പോൾ നമുക്ക് വേണ്ട. പക്ഷെ പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും വീടുകൾ തകരാത്ത ആളുകൾക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. പക്ഷേ അവരുടെ ഈ ഗ്രാമവും അവരുടെ ഈ കമ്പോളവും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് സ്കൂൾ വേണം. ഞങ്ങളൊന്നും ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിന്ന് വരില്ല. അത്ര അടുത്താണ് നമ്മുടെയൊക്കെ വീടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്കൂളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഈ ഒരു